ഷാബു പ്രസാദ് ഇപ്പോൾ BJP വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഉൾപ്പെടെ പ്രകടമായിരുന്നു, ധനമന്ത്രിയുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. ഡൽഹി ഇലക്ഷൻ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഡൽഹിയിൽ വിജയിക്കും, ഡൽഹിയിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയമായ പ്രഖ്യാപനം ഒന്നും അല്ല എന്ന്. ബീഹാർ വിട്ടേക്കും, ഡൽഹിയിൽ എന്ത് സംഭവിക്കും? ഏറ്റവും അധികം മധ്യവർഗ്ഗക്കാരുള്ള ടാക്സ് കൊടുക്കുന്ന ആളുകളുടെ ഡൽഹിയിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇതൊരു ഇമ്പാക്റ്റ് ആവില്ല, ഇതൊരു വിഷയമായി മാറില്ലേ? ഡൽഹിയിലെ ഇലക്ഷനിൽ തീർച്ചയായിട്ടും ഇതൊരു ഇലക്ഷൻ എടുത്ത സ്ഥിതിക്ക് ഇതൊരു ചർച്ചാ വിഷയമാകാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു മധ്യവർഗത്തിനെ ബാധിക്കുന്ന, മധ്യവർഗത്തിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു തീരുമാനമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കാം, പിന്നെ അത് സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഇതിനൊരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ ഈ ബജറ്റ് ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ പോലും ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് വേറൊന്നാകുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്രത്തോളം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന സാധനം തകർന്നടിഞ്ഞ് നാശകോശമായിട്ട് നിൽക്കുന്ന സമയമാണ് അവിടെ. കോൺഗ്രസ് എന്ന് പറയുന്നൊരു സാധനം അവിടെ ഇല്ല. ആ സമയത്ത് അവിടെ 15 വർഷത്തോളം കോൺഗ്രസും 10 വർഷത്തോളം AIPയും ഭരിച്ച് മുടിച്ച് തേച്ച് കഴിയിട്ടിരിക്കുന്നൊരു സ്ഥലത്ത് BJPക്ക് മുന്നേറാൻ ഈ ഒരു ബജറ്റിൻ്റെ സഹായമൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ ബജറ്റിൻ്റെ പ്രിപ്പറേഷനൊക്കെ എപ്പോഴോ തുടങ്ങിയതാണ്, വളരെ നേരത്തെ മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. ഈ ഒരു രാഷ്ട്രീയ ടൂളാണ് എന്ന നിലയിലേക്ക് BJP പണ്ട് പ്രധാനമന്ത്രി തന്നെയല്ലേ, നരേന്ദ്രമോദി തന്നെയല്ലേ ഈ ഇത്തരം പ്രഖ്യാപനങ്ങൾ, ബജറ്റ് വഴിയുള്ള പ്രഖ്യാപനങ്ങൾ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളായി മാറരുത് എന്ന്. അല്ല, പ്രധാനമന്ത്രി പല കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഫ്രീ ബീസിന് ഇത് റേവഡി എന്ന് പ്രധാനമന്ത്രി പരിഹസിച്ചിട്ടുണ്ട്. BJP ആണ് ഏറ്റവും കൂടുതൽ ഫ്രീ ബീസ് ഈവൻ ഡൽഹിയിലടക്കം പ്രഖ്യാപിക്കുന്നത്. പക്ഷേ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട, ലുട്ടിയൻസ് ഡൽഹി മാത്രമല്ല, ഡൽഹി നോർത്ത് ഈസ്റ്റ് ഡൽഹിയും ഡൽഹിയുടെ ഇതര ഭാഗങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സ്ലം ഡ്വല്ലേഴ്സ് ഉള്ള, ഏറ്റവും കൂടുതൽ ആണ് ഡൽഹി. അവർക്കാണ് ഈ മോഹൻലാൽ ക്ലിനിക്കും ഈ ഫ്രീ സാനിറ്റേഷനും ഫ്രീ വാട്ടറും ഒക്കെ കൊടുത്ത് അരവിന്ദ് കെജ്രിവാൾ പുതിയൊരു പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാക്കിയത്. ഇതുകൊണ്ട് മാത്രം ഡൽഹി ജയിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ആര് ജയിക്കുമെന്നുള്ളത് അവിടുത്തെ ജനങ്ങളുടെ തീരുമാനവുമാണ്. അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതിനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഡൽഹി ആര് ഭരിക്കുമെന്നുള്ള കാര്യത്തിന് ഒരു ഉത്തരം കിട്ടും. പക്ഷേ ഒരു കാര്യം ശരിയാണ്, ഇത്രയും എന്താ പറയുക സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് സമീപകാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ആ സർപ്രൈസിന് കാരണം മിഡിൽ ക്ലാസ്സിന് ഇത്രയും വലിയൊരു ഒരു ബൊണാൻസ കൊടുത്തത് തന്നെയാണ്. അതിലൊരു തർക്കമൊന്നുമില്ല. പ്രതീക്ഷിതം, അതിൻ്റെ ഒരു ആഘാതം പ്രതിപക്ഷ പ്രതികരണങ്ങളിലൊക്കെ വ്യക്തവുമാണ്. ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. 10% മാധ്യമങ്ങളടക്കം 10% ഈ സാമ്പത്തിക വിദഗ്ധരടക്കം പരമാവധി 10% വരെ ആയിരിക്കും നികുതിയിലെ ഈ ഇളവ് എന്ന തരത്തിൽ 10 ലക്ഷം, ക്ഷമിക്കണം, 10 ലക്ഷം എന്തായിരുന്നു പ്രഡിക്റ്റ് ചെയ്തതെങ്കിൽ അങ്ങനെയാണ് സാമ്പത്തിക വിദഗ്ധരടക്കം പറഞ്ഞത്. 10 ലക്ഷമായിരിക്കും ബേസ് സ്ലാബ് എന്ന നിലയിൽ, എക്സംഷനുള്ള സ്ലാബ് എന്ന നിലയിൽ പറഞ്ഞുവെങ്കിൽ അത് പക്ഷേ 12, അത് വലിയ അപ്രതീക്ഷിതമായ വമ്പന. ഒരു കാലത്ത് BJP അധികാരത്തിലെത്തിയാൽ ആദായ നികുതി വേണ്ടെന്ന് വെക്കുമെന്നൊക്കെ വിശ്വസിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഏതായാലും ആദായ നികുതി വേണ്ടെന്ന് വെച്ചിട്ടില്ല. പക്ഷേ 12 ലക്ഷം വരെയുള്ള ആളുകൾക്ക് ആദായ നികുതി കൊടുക്കേണ്ടതില്ല എന്നുള്ളത് വളരെ നിർണായകമായ ഒരു പ്രഖ്യാപനമാണ്. അതാണ് ഈ ബജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.